Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ്ലി ബോർഡ് എക്സാമിനും അതോടൊപ്പം തന്നെ ബോർഡ് എക്സാമിൻ്റെ കൂടെ പാരലലി ജെഇ കീം ക്യുവറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കോണ്ടന്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന നിങ്ങളുടെ ബോർഡ് എക്സാം അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒരു സജഷൻ, ഇപ്പോൾ +1 ഒക്കെ എസ്പെഷ്യലി +1 അതുപോലെ +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടു കഴിഞ്ഞാൽ പല സിലബസുകൾ ഒരുപാട് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് മാത്രം ചുരുങ്ങി പോകരുത്. ബോർഡ് എക്സാമിന് അത് മതി, പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ കൂടുതൽ കണ്ടന്റുകളൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു തരത്തിലാണ് നിങ്ങളെ പോലുള്ള കുട്ടികളെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ വീഡിയോ സീരീസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഹൈ മാർക്ക് വാങ്ങുകയും ഇതിന് പാരലലി കോമ്പറ്റേറ്റീവ് എക്സാം കൂടെ ക്രാക്ക് ചെയ്യാനുള്ള ട്രിക്സും ടിപ്സും കോണ്ടന്റുകളും ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. സോ ഒട്ടും സമയം കളയാതെ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ ചാർജസ് ആൻഡ് ടൈപ്സ് ഓഫ് ചാർജസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. പലരും ഇത് വളരെ സിമ്പിളായിട്ട് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈസി ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളൊരു 10-15 മിനിറ്റ് സമയം എനിക്ക് തന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ഇവനെ പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് നോക്കി വരാം. നമുക്ക് 3 ടൈപ്പ് ഓഫ് ചാർജിങ് മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, സെക്കൻഡ് വൺ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ഫൈനലി ചാർജിങ് ബൈ കണ്ടക്ഷൻ. എൻ്റെ കൂടെ നിന്ന് പഠിച്ചോ. നമ്മൾ ഇതിനു വേണ്ടി വേറൊരു സമയമൊന്നും മാറ്റി വെക്കുന്നില്ല. ഇതിനു വേണ്ടി വേറൊരു സമയം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കാനുള്ള സമയം കണ്ടെത്തുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി ഒരു എക്സ്ട്രാ ടൈം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരരുത്. നിങ്ങൾ സ്കൂളിലെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്യൂഷനോ കോച്ചിങ്ങിനോ ഒക്കെ പോകുന്ന അവിടുത്തെ ക്ലാസ്സിലിരിക്കുമ്പോൾ, യൂട്യൂബിലൂടെ ഞങ്ങളെ പോലത്തെ അധ്യാപകരുടെ ക്ലാസ്സസ് കാണുമ്പോൾ ആ ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട് എഴുതി പഠിച്ച് സെറ്റാക്കുക. പിന്നെ നമുക്കത് പഠിക്കേണ്ടി വരരുത്. പിന്നെ പഠിക്കേണ്ടതല്ല, പിന്നെ റിവൈസ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ടൈം ലാഭിക്കേണ്ടത്. എങ്ങനെയാണ് ഈ ടോപ്പേഴ്സിന് നല്ല മാർക്ക് കിട്ടുന്നത്? നല്ല മാർക്ക് കിട്ടി അതോടൊപ്പം അവർ ബോർഡ് എക്സാമിനും അവർ വെൽ പെർഫോമിങ് ആയിരിക്കും, കോമ്പറ്റേറ്റീവ് എക്സാമിനും അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നു. വൈ? അവർ ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ടൈം മാനേജ്മെന്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റണം. നിങ്ങളുടെ കരിയറിനുള്ള സപ്പോർട്ട് എല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇഫ് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നോക്കി വരാം. അപ്പം ഞാൻ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ചാർജിങ് ആണുള്ളത്. നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് എഴുതണം കേട്ടോ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ഇപ്പം ഈ ബോഡിയും ഈ ഒരു ബോഡിയും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഈ 2 ബോഡികളെ തമ്മിൽ എനിക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യണം യൂസിങ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവർക്കിടയിൽ ഫ്രിക്ഷൻ ഉണ്ടാവണം. ഫ്രിക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇവർ തമ്മിൽ കോണ്ടാക്ട് വരികയും, കോണ്ടാക്ട് വന്നാൽ മതിയോ? പോരാ, ഇവർ തമ്മിൽ മൂവ് ചെയ്യണം. അതായത് ഇവർക്കിടയിൽ ഒരു റബ്ബിങ് നടക്കണം. അപ്പൊ ഇങ്ങനെ ഞാൻ റബ്ബ് ചെയ്യും. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ബോഡിയിൽ നിന്നും ഇലക്ട്രോൺ വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എവിടെയാണോ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളത് അവിടുന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ബോഡിയാണ്, എ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എ എന്ന് ഞാൻ വിളിക്കുകയാണ്. ഇവിടെ മറ്റൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു, ബി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇവരെ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ നല്ല ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഇപ്പൊ റൈറ്റ് നൗ ഇലക്ട്രോൺ ആർക്കാ കിട്ടിയത്? എയ്ക്കാണ് കിട്ടിയത്. അപ്പൊ എയിലേക്ക് എക്സസ് ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് ഇലക്ട്രോൺ കിട്ടുന്നവൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുകയും ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നവന് പോസിറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇവന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു, ഇവന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷന്റെ ബേസിക് കോൺസെപ്റ്റ്. നമ്മുടെ മേഘങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഇടിമിന്നലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മേഘങ്ങൾക്കിടയിലെ ചാർജിങ് നടക്കുന്നതും ഇത് തന്നെയാണ്. അവർ തമ്മിൽ ഒരസി, മേഘങ്ങൾ തമ്മിൽ ബൈ ഫ്രിക്ഷൻ അവർക്കിടയിൽ ഉണ്ടാവും. അവർ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടി പോയിട്ട് അവിടെ ചാർജിന്റെ ട്രാൻസ്ഫറിങ് നടക്കും. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, നമ്മൾ ഇടിമിന്നൽ എന്നൊക്കെ പറയുന്ന സംഭവം.
Okay, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ when two different materials are rubbed together, electrons may be transferred from one to the other due to difference in their electronic affinities. ശരി, അവർക്കിടയിൽ ഒരു ഡിഫറൻസ് വേണം, എന്നാലേ ട്രാൻസ്ഫറിങ് നടക്കത്തുള്ളൂ. ഇനിയും one object gains electron, ഒരാൾക്ക് ഇലക്ട്രോൺ കിട്ടും, become negatively charged and other loses electron, become positively charged. അതിന് രണ്ട് എക്സാമ്പിളുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം മുടി ചീകത്തില്ലേ കോമ്പ് കൊണ്ട്, അപ്പൊ അവിടുന്ന് ഒരു ബോഡിയിൽ നിന്നും വേറൊരു ബോഡിയിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതിന് ശേഷം ആർക്കാണോ ഇലക്ട്രോൺ കിട്ടുന്നത് അവന് നെഗറ്റീവ് ചാർജും മറ്റേ ആൾക്ക് പോസിറ്റീവ് ചാർജ് ആയിട്ട് വരാം. നമുക്ക് അതൊക്കെ നോക്കി മനസ്സിലാക്കി വരാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവർ ഇവരാണ്. ഇവർക്കിടയിലാണ് ഈ റബ്ബിങ്ങും ഫ്രിക്ഷനും ഒക്കെ നടത്തുന്നത്. ക്ലിയർ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ക്ലൗഡ്സ് ബിക്കം ചാർജ്ഡ് ബൈ ഫ്രിക്ഷൻ, ആ കോൺസെപ്റ്റ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നോക്കി വരാം. മെത്തേഡ് ഓഫ് ചാർജിങ്ങിന്റെ രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ബൈ ഇൻഡക്ഷൻ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ എന്താ പറയുന്നത് ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ അവനെ അടിക്കുന്നോ ഉപദ്രവിക്കുന്നോ ഇല്ല. പകരം നമ്മൾ അവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ എന്താടാ എടാ നിനക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ പക്ഷെ അവനെ ടച്ച് ചെയ്യുന്നില്ല. അവനെ ഉപദ്രവിക്കാതെ, ദേഹം കൊണ്ട് തൊട്ട് ഉപദ്രവിക്കാതെ, വേദനിപ്പിക്കാതെ, വാക്കുകൾ കൊണ്ട് അവനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആക്കി അവനെ ഇറിറ്റേറ്റ് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കുന്നത്. അതാണ് ഇൻഡക്ഷന്റെ കോൺസെപ്റ്റ്. കണ്ടക്ഷൻ അടുത്ത മെത്തേഡാണ് ബൈ കണ്ടക്ഷൻ. അതായത് കോണ്ടാക്ട് ഉണ്ടാവണം. അവന്റെ കവളത്തൊരൊറ്റ അടി കൊടുത്തിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ആ രണ്ട് ഇതുമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പം ചാർജിങ് ബൈ ഇൻഡക്ഷൻ അവിടെ കണ്ടക്ട് ചെയ്യില്ല, ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരില്ല. നോൺ കോണ്ടാക്ട് മെത്തേഡാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഒരു ന്യൂട്രൽ സ്ഫിയർ ഉണ്ട്. അപ്പൊ ന്യൂട്രൽ സ്ഫിയർ എന്ന് പറയുമ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജും ഉണ്ടാവും ഒരു ബോഡി. അപ്പം അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ടോട്ടൽ ചാർജ് 0 ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവോ നെഗറ്റീവോ ഏതോ ആയിക്കോട്ടെ. ഇപ്പൊ റൈറ്റ് നൗ ഞാനൊരു പോസിറ്റീവ് ചാർജ് റോഡ് കൊണ്ട് കോണ്ടാക്റ്റിലില്ല, അതിന്റെ അടുത്തോട്ട് കൊണ്ടുവെക്കുന്നു. അപ്പൊ അതിന്റെ അടുത്തോട്ട് കൊണ്ടുവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ചാർജുകൾ ഈ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാമല്ലോ. അപ്പം ഈ പോസിറ്റീവ് ചാർജുകൾ ഈ നെഗറ്റീവിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. അതുപോലെ ഈ പോസിറ്റീവ് ചാർജ് ഈ പോസിറ്റീവിനെ ഇങ്ങോട്ട് പിടിച്ച് തള്ളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ സംഭവിക്കുന്നത് മക്കളെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദേ ഈ ഒരു സ്ഫിയർ എടുത്താൽ ഇവിടേക്ക് നെഗറ്റീവ് ചാർജുകൾ വന്ന് അക്യുമുലേറ്റ് ചെയ്യുകയും ഇവിടേക്ക് പോസിറ്റീവ് ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും സ്റ്റിൽ ദേ ഈ റോഡ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ റോഡ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ നെഗറ്റീവിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പിടിക്കും. ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കുന്നു. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവനെ അങ്ങോട്ട് എർത്ത് ചെയ്യും. അപ്പൊ ഇവനെ എർത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ പോസിറ്റീവ് ചാർജുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇവനെ എർത്ത് ചെയ്യുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ചാർജുകൾ ഇങ്ങോട്ട് ഗ്രൗണ്ട് ചെയ്യപ്പെടും. പോസിറ്റീവ് ചാർജുകൾ ഇറങ്ങി ഗ്രൗണ്ടിലോട്ട് അങ്ങ് പോകുന്നതായിട്ട് വിചാരിക്കും. അവിടോട്ട് എർത്ത് ചെയ്യപ്പെടുന്നു. അതാണ് ഈ ചാർജിങ് ബൈ ഇൻഡക്ഷന്റെ കോൺസെപ്റ്റ്. ഈ ബോഡികൾ തമ്മിൽ കണക്ഷൻ ഇല്ല. എന്നിട്ട് ഇവിടുത്തെ പോസിറ്റീവ് ചാർജുകൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ചോ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ദാ ഈ പോസിറ്റീവ് എല്ലാം ഇറങ്ങിപ്പോയി. നമ്മൾ ഇവനെ എടുത്ത് അങ്ങ് മാറ്റും. ഇവൻ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ട് മാറും. യെസ്, ദിസ് സ്ഫിയർ ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആദ്യം ഈ സ്ഫിയർ ന്യൂട്രൽ ചാർജ് ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു പോസിറ്റീവ് റോഡ് ഉപയോഗിച്ചിട്ട് അവനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആയിട്ട് മാറ്റി. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, വളരെ ഈസിയാണ്. ഒന്ന്, ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരില്ല. 2, ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ ഇൻഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഫൈനലി നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഫിയറിന് കിട്ടുന്നത്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ ഞാൻ ഉപയോഗിച്ച ചാർജ് പോസിറ്റീവ് ആണ്. ഫൈനലി ഇവന് കിട്ടിയ ചാർജ് നെഗറ്റീവ് ആണ്. ഈസി, സിമ്പിൾ. എന്തോ ഉണ്ടടാ, ഇത്രേ ഉള്ളൂ. +1 +2 ഫിസിക്സ് ഒക്കെ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട്. പക്ഷെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. അല്ല ഒരു സുപ്രഭാതത്തിൽ ആരും ഇവിടെ സക്സസ് ആവുന്നൊന്നുമില്ല. സമയമെടുത്ത് കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി കഷ്ടപ്പെട്ട് പഠിക്കണം. കൂടെ ഇരുന്ന് പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക. അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. എനിക്ക് നല്ല കോൺഫിഡൻസോടെ ഞാൻ പറയാം,
നിങ്ങൾക്ക് കൺസെപ്റ്റ് നല്ല നല്ല വൃത്തിക്ക് ഞങ്ങൾ പറഞ്ഞു തരാം, പക്ഷെ കൂടെ പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, എന്നാലേ രക്ഷപ്പെടുത്തും. യെസ്, കോൺസെപ്റ്റ് ക്ലിയർ ആണ്. യെസ്, നമുക്ക് നോക്കാം. അതിന്റെ ഒരു ബേസിക് വേറൊരു കോൺസെപ്റ്റ് ഇവിടെ കണ്ട, നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ന്യൂട്രൽ ബോഡിയാണ്, അതിന്റെ അടുത്തോട്ട് കൊണ്ടുവച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഈ ന്യൂട്രൽ ബോഡി പോസിറ്റീവിനെ എല്ലാം ഇങ്ങോട്ട് പിടിച്ച് അട്രാക്ട് ചെയ്തു, നെഗറ്റീവ് എല്ലാം അപ്പുറത്തോട്ട് പോയി എർത്ത് ചെയ്തു, നെഗറ്റീവ് മൊത്തം ഇറങ്ങിപ്പോയി, സ്ഫിയർ ഫൈനലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. ക്ലിയർ? നമ്മൾ ഇവിടെ ചാർജ് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ ഉപയോഗിച്ച റോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ഫൈനലി ഈ ബോഡിയുടെ ചാർജ് പോസിറ്റീവ് ആയിട്ട് മാറി. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, നേരെ തിരിച്ചുള്ളൊരു പ്രോസസ്സാണ് നടന്നത്. സെയിം കോൺസെപ്റ്റ്. ക്ലിയർ? ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ആൻഡ് ഫൈനലി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പൊ ഇവിടെ കോണ്ടാക്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി വരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ന്യൂട്രലി ചാർജ്ഡ് ബോഡി ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്, ഇത് നെഗറ്റീവ് ചാർജും ആണ്, ഇതിന്റെ നെറ്റ് ചാർജ് Q ആണ്. നെറ്റ് ചാർജ് Q ഈക്വൽ ടു 0. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ട് അങ്ങ് മുട്ടിച്ചു വെച്ചു, ഇങ്ങനെ മുട്ടിച്ചു വെച്ചു. പോസിറ്റീവ്ലി ചാർജ്ഡ് അതിന്റെ അടുത്തോട്ട് കൊണ്ട് ഒരു റോഡ് കൊണ്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവച്ചു. റൈറ്റ് നൗ നമ്മൾ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതെന്താ? നേരത്തെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരണ്ട, അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇത് ചാർജിങ് ബൈ അത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇപ്പൊ റൈറ്റ് നൗ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ. എടാ, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതൊരു ന്യൂട്രൽ ചാർജ്ഡ് ബോഡി വാ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, ഇത് ന്യൂട്രൽ ചാർജ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ ഇവിടുത്തെ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം ഈക്വലും. ഇത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം അവിടെ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി, ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്, പോസിറ്റീവ് ചാർജുകളാണ് കൂടുതൽ, അതുകൊണ്ടല്ലേ ഇത് പോസിറ്റീവ് റോഡായത്. അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി കുറവാണ്, ഇവിടെ ഇലക്ട്രോൺ കൂടുതലാണ്. ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി കുറവാണെന്നല്ല, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോൺസ് കുറവാണ്. ഇവിടെ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. മനസ്സിലായില്ല? ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് വെച്ചാൽ അവിടെ പോസിറ്റീവ് ചാർജുകൾ കൂടുതലാണ് എന്ന് ചിന്തിക്കാലോ. അപ്പൊ നെഗറ്റീവ് ചാർജ് കുറവാണെന്നല്ലേ അതിന്റെ അർത്ഥം. ഇവിടെ പക്ഷെ ന്യൂട്രൽ ചാർജ് ആണ്, ബട്ട് സ്റ്റിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവനുള്ള നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ നമുക്കറിയാം കൂടുതൽ ഉള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തോട്ട് ഫ്ലോ ചെയ്യും ചാർജ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഇവിടുന്ന് ഇവൻ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. എപ്പോ വരെ ഫ്ലോ ചെയ്യും? ഇവൻ കംപ്ലീറ്റ്ലി ഇവർ രണ്ടുപേരും സെയിം ചാർജ്, ഈക്വൽ ചാർജ് ആവുന്നിടം വരെ ഫ്ലോ ചെയ്യും. അപ്പൊ ഫൈനലി എന്ത് സംഭവിക്കും? ഫൈനലി എന്ത് സംഭവിക്കും? ഈ ചാർജ് കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് മാറും. നമ്മൾ ഇവിടെ കോണ്ടാക്റ്റിൽ കൊണ്ടുവച്ച ഇവനും പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ നേരത്തെ കോൺസെപ്റ്റുമായിട്ട് വരുന്ന വ്യത്യാസം? ഇവിടെ ഇവർ കോണ്ടാക്റ്റിൽ വരും, അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? തൊട്ട് മുമ്പത്തെ കേസിൽ ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ബോഡിയുടെ ചാർജ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരുന്നു നമ്മൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ബോഡിക്ക് കിട്ടുന്നത്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്ന ചാർജ് പോസിറ്റീവ് ആണ്. ഫൈനലി ഈ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇത് ഫൈനലി ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയർ ആയിട്ട് മാറി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻ ഡെപ്ത് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്യാൻ വായിച്ചു. കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്ക മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വരാം. ഈ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കിക്കേ, നമ്മളിപ്പോ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആണ്. നോക്ക്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പൊ കണ്ടോ, ഇവിടെ ടു ഫ്യൂ ഇലക്ട്രോൺസ്, ഒരുപാട് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ. പക്ഷെ ഇത് ന്യൂട്രൽ മെറ്റലാണ്. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കണ്ടോ, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ക്ലിയർ? എന്നിട്ട് ഇവരെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി, ഇതും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണ്. അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂളംബ്സ് ലോയുമായിട്ട് നമ്മൾ എത്തുന്നതാണ്. മക്കളെ, പ്രോപ്പറായിട്ട് വീഡിയോസ് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. സ്വന്തം ഷോർട്ട് നോട്ട്സും കാര്യങ്ങളോ ലെക്ചർ നോട്ടോ ഒക്കെ എഴുതി എൻ്റെ കൂടെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുക. ഈ ഒരു വർഷക്കാലം കൊണ്ട് +2 ഫിസിക്സ്, +2 പഠിക്കുന്ന മക്കൾ +2 ഫിസിക്സ്, +1 പഠിക്കുന്ന സ്റ്റുഡൻസിന് +1 സ്റ്റുഡൻസിനെ മാക്സിമം ഫിസിക്സും അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഇതിൽ കൂടെ തരുന്നതായിരിക്കും. ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.